Good morning guys, welcome back to another vlog. Another day in Kashmir, so we are going to visit Pahalgam. കശ്മീരിൻ്റെ മെയിൻ സിറ്റി ആയിട്ടുള്ള ശ്രീനഗറിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് പെഹൽഗാമിൽ എത്താൻ വേണ്ടി. പെഹൽഗാം ഈസ് ഓൾസോ നോൺ ആസ് ദ വില്ലേജ് ഓഫ് ഷെപ്പേർഡ്സ്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്കുള്ള യാത്ര തുടങ്ങിയത്. പോകുന്ന വഴിയിലെല്ലാം ഫുൾ മൂടിക്കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു ദേ ഈ കാണുന്ന പോലെ. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലി, അതാണ് പെഹൽഗാമിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്ഷൻ. മാത്രമല്ല പോകുന്ന വഴിയിലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ സാഫ്രോൺ വാലി. പാംപോർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ये पूरा सैफरॉन वैली है। अच्छा, पामपोर एरिया। ये पामपोर गूगल में भी सर्च कर सकते हैं। पामपोर ये साल में 2 बार निकलते हैं केसर। 2 बार के? हाँ, ये खाली पामपोर एरिया में निकलते हैं बस। अच्छा, और यहाँ पे वॉलनट्स निकलते हैं। वॉलनट, बादाम और एप्पल, ये इसी साइड निकलते हैं जब पहलगाम ऑन द वे जाते हैं। अच्छा, और क्रिकेट बैट का फैक्ट्री आएगा ऑन द वे। क्रिकेट बैट का फैक्ट्री और आएगा ऑन द वे। टेम्पल जो औंतीपुरा का टेम्पल है, उसके बाद आएगा एप्पल वैली, उसके बाद आएगा लिडर रिवर जो पहलगाम का है। पहलगाम में 7 लोकेशन है। मैनी स्विट्जरलैंड, बाइसरन वाटरफॉल, कनिमरग, दुनू वैली, पहलगाम वैली। अच्छा, और ये सैफरन यहीं पे निकलते हैं? खाली इस एरिया में निकलते हैं, पामपोर एरिया में। अच्छा, जहाँ मानो श्रीनगर में उस पर भरोसा नहीं होता। ये 100% ओरिजिनल। जहाँ पे टूरिस्ट लोग रुकते हैं, हजारों लोग यहाँ पे रुकते हैं। സാഫ്രോൺ ഫീൽഡ്സ് കവർ ചെയ്ത് കുറച്ച് മുമ്പോട്ടേക്ക് നീങ്ങുമ്പോൾ നീണ്ട ഒരു മാർക്കറ്റിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. ഈ ഷോപ്സിലെല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി സാഫ്രോൺ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ കസ്റ്റമേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ കശ്മീരിൻ്റെ സിഗ്നേച്ചർ ഡ്രിങ്ക് ആയിട്ടുള്ള കശ്മീരി കാവയാണ് ഇവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്ട്സ് ആയിട്ടുള്ള സാഫ്രോൺ, ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ചോക്ലേറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. Shalaji. Okay. This is natural herb gold. Good for joint pain, back pain, sugar, diabetes. Good for muscle strength. This cranberry, blackberry, actually. 1200. And this one is 1400. How much for this? കാണിച്ച് ഇവിടെയുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ഒരുവിധം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല ഹൈ ആൻഡ് ക്വാളിറ്റി പ്രീമിയം പ്രോഡക്ട്സ്. ഇവിടുത്തെ സാഫ്രോണിൻ്റെ വില 300 റുപ്പീസ് പെർ ഗ്രാമാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാഫ്രോണും അതുപോലെ തന്നെ കാശ്മീരി കാവ പൗഡറും പിന്നെ കുറച്ച് വാൾനട്ട് ചോക്ലേറ്റ് ഒക്കെ ഷോപ്പ് ചെയ്തതിന് ശേഷം പെഹൽഗാമിലേക്കുള്ള നമ്മുടെ യാത്ര തുടർന്നു. രണ്ടാളിരിക്കേണ്ട സ്ഥലത്ത് ഞെളിഞ്ഞിരിക്കുക. മൊത്തം ഡ്രസ്സിന്റെ കാനാണ് പിടിച്ച് മോത്തി കഴിച്ചു. ശിക്ഷയാണ് ഇവര് ഈ മഞ്ഞ പറയുന്നത്. ചനയുണ്ട്, ദാല്. നിർത്തറ भैया एप्पल है वो एप्पल आप से रिटर्न देखिए। हाँ ठीक है रिटर्न देखे। ये एप्पल वाली हाँ खा सकते हैं हमको। हेलो
കാശ്മീർ ട്രിപ്പിൽ മിസ് ചെയ്യാണ്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ് പെഹൽഗാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓൾ അറൗണ്ട് ട്രിപ്പ് തന്നെ ഏകദേശം 4-5 മണിക്കൂർ എടുക്കും. ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടൽ ഓണർ ഹയർ ചെയ്ത് തന്ന ടാക്സിയിലാണ് ഞങ്ങൾ പെഹൽഗാമിലേക്ക് പോകുന്നത്. 2600 റുപ്പീസ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ടാക്സി ചാർജസ് ആയത്. പെഹൽഗാമിലേക്ക് ഏകദേശം എത്താറാകുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് ലിഡർ റിവറിന്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. മുകളിലെ വാലികളിൽ നിന്നും ഐസ് ഉരുകിയിട്ടുള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വിന്ററിലെ കൊടും തണുപ്പ് കാരണം ചില ഭാഗങ്ങളിലൊക്കെ റിവറിന്റെ വെള്ളം ഐസായി ഫ്രോസൺ ആയിട്ട് കിടക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളമുള്ള സമയത്ത്, അതായത് പീക്ക് വിന്റർ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിവർ റാഫ്റ്റിംഗ് അതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. റിവറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ കാണുന്നതൊക്കെ ഒരുപാട് ഹോട്ടൽസും അതുപോലെ തന്നെ റിസോർട്ട്സും ഒക്കെയാണ്. Like Vaisaram, Dabian and Kashmir. Now you have to go to മനസ്സിലായോ? ഒപ്പടം നടക്കുന്നില്ല, അവിടെ വണ്ടി കൊണ്ടുപോല അല്ല. സോ ഗൈസ്, ഫൈനലി പെഹൽഗാമിൽ നമ്മളെത്തി. ആൻഡ് പെഹൽഗാമിൽ കുതിരയാണ്. 8 ലൊക്കേഷൻ ഉണ്ട് ടോട്ടൽ. അപ്പോൾ അതിന് നമുക്ക് കുതിര എടുത്തിട്ടും പോകാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ടും പോകാം. അപ്പോൾ നമ്മൾ നടക്കാൻ ചൂസ് ചെയ്തു. നോക്കാം. ആ, ഓട് 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 ഓട്. ഇപ്പോൾ ബാർഗൈൻ ചെയ്ത് ചീപ്പ് റേറ്റിന് കുതിര സെറ്റ് ചെയ്തിട്ടുണ്ട്. 700-ന് 7 പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ആദ്യം നമ്മളോട് 2300 പറഞ്ഞ്. ബാർഗൈനിന് ശേഷം നമ്മളെ 4 കുതിര ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ സെറ്റല്ലേ? ആ കുതിര ഇങ്ങോട്ട് താഴേക്ക് പോന്നേ. മേപ്പോട്ട് പോണ കുതിര മറിച്ചിട്ട് തന്നെ സീന് തീര. അംബാനി വൈബ്. ഏത് വൈബ്? അംബാനി വൈബ്. ബ്ര na 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 brra dira ye brra na 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 brra ഓടൻ കുതിര ചാടും കുതിര വൈബ് തന്നെ അല്ലേ? അടി അടി കുതിര കുതിര. കമോൺ കമോൺ കമോൺ. ഓനെ ഓവർടേക്ക് ഓനെ വിടണ്ട വിടണ്ട വിടണ്ട. കമോൺ കമോൺ വിടണ്ട വിടണ്ട ഓവർടേക്ക്. യേ റേസ് കുതിര പന്തയം. ബാബാ എത്ര ലാഭം പോരെ? മനസ്സിലാക്കി. ഞാൻ ഓവർടേക്ക് ചെയ്യട്ടെ. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് അല്ലേ? അവിടെ ഞാൻ എല്ലാരും ഓവർടേക്ക് ചെയ്ത് ഞാൻ ഫസ്റ്റ്. പെഹൽഗാമിൻ്റെ ബേസിൽ നിന്നും ഇതുപോലെ ഹോഴ്സിനെ ഹയർ ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ അവർ 8 മേജർ പോയിന്റ്സ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതിലുള്ള ഒരു പോയിന്റാണ് ദേ ഈ കാണുന്ന കശ്മീരി വാലി എന്നറിയപ്പെടുന്നത്. ഇതുപോലത്തെ മേജർ പോയിന്റ്സ് ആയിട്ടുള്ള ദബയാൻ, ദിനോ വാലി, പെഹൽഗാം വാലി, അങ്ങനെ ഈ വാലീസ് ഒക്കെ കണ്ട് മുകളിൽ എത്തുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ള ആ ഒരു വാലിക്കാണ് നമ്മൾ പറയുന്നത് ബൈസാർ ആൻഡ് ദ മിനി സ്വിറ്റ്സർലാൻഡ്. ആ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് റോഡ്. ജീപ്പിൽ ഓഫ് റോഡ്, ബൈക്കിൽ ഓഫ് റോഡ്, കുതിരപ്പുറത്ത് ഓഫ് റോഡ്. അംബാനി വൈബ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ? ഫ്രോഡ്. അതെ, കുതിര ലെഫ്റ്റ് 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 ലെഫ്റ്റ്, റൈറ്റിക്ക് പോവല്ല, ലെഫ്റ്റ് ലെഫ്റ്റ്. മുത്തുമണിയെ ലെഫ്റ്റ്.
എടാ ഇങ്ങനൊക്കെ തിരിച്ചു വരണെങ്കിലേ എടാ ഏത് ലെവല് ലൊക്കേഷനാടാ മോനെ, നെക്സ്റ്റ് ലെവലല്ലേ സീന്. പോട്ടെ പോട്ടെ പോട്ടെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. എടീ നിക്കല്ലേ, ഈ കൂടെ പോ സൈഡ്. എടാ കതക്കുന്നാടാ പാവം തോന്നുന്നു എനിക്ക്. ആ കുതിരൊക്കെ ഓടുന്ന നടന്ന്. എടാ ഹായ്. വായന്നൊക്കെ വിളിക്കണ്ട്. കുതിരപ്പുറത്തുള്ള ഈ ഒരു യാത്ര ഏകദേശം 5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതാണ്. നമ്മൾ ആദ്യം നടക്കാൻ വേണ്ടി ചൂസ് ചെയ്തെങ്കിൽ പിന്നീട് നല്ല റേറ്റിൽ കുതിര കിട്ടിയപ്പോൾ കുതിര എടുക്കുമായിരുന്നല്ലോ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നടന്ന് കയറാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കുതിരയെടുത്ത് വരുന്നതായിരിക്കും ബെറ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെറൈനിൽ കൂടെ ഇങ്ങനെ മല കയറി എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടയേർഡാവും. സ്പീഡ് കൂടിയാടാ. അടേ പതുക്കെ പോടാ. അടാ ഇറക്കി ഇറക്കി. ധീരന്റെ ഇല്ലല്ല, എന്റെ കുതിര തന്നെ. അതായത് ഇവിടെ വലിയ കോമ്പറ്റീഷനാണ്. ഒരു രക്ഷയില്ല. എടാ ഇവൻ ഗിയർ മാറ്റി. വേണ്ടൊക്കെ പെരക്കി കുതിരച്ചാണകം ഒന്നും വിഷയല്ല. ഇതെന്താണ് ഈ തിക് തിക് എന്ന് പറയുന്ന? വിന്ററിലെ കാഴ്ചകൾ പോലെയല്ല സമ്മറിലെ പെഹൽഗാം. സമ്മർ ആകുമ്പോഴത്തേക്ക് ഇവിടങ്ങളിലൊക്കെ പച്ച പുല്ലൊക്കെ വന്ന് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് അതിമനോഹരമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഐസിൽ കളിക്കാനും സ്നോഫോളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിന്ററിൽ കശ്മീരിലേക്ക് വന്നത്. ഇനി എന്താണെങ്കിലും ആ ഹെവൻലി കശ്മീർ കാണാൻ വേണ്ടി സമ്മറിൽ ഒന്നുകൂടി വരണം. കുതിര ഫുള്ള് അക്രമം, ചങ്ങായിനൊക്കെ ഇടിച്ച് തെറിപ്പിച്ച്. ഇതെന്താ അഭിമാനെ? കുതിര പാർക്കിംഗ്. ഇതാണ് കുതിര പാർക്കിംഗ്. കണ്ടോ? അതെ, ഇവിടുന്ന് അങ്ങോളം കുതിര പാർക്കിംഗ്. കുതിര പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് മിനി സ്വിറ്റ്സർലാൻഡ്. എന്നാ മിനി സ്വിറ്റ്സർലാൻഡ്. ബൈസാരൻ എന്നാണ് ഇതിന്റെ പേര്. ബൈസാരൻ ജമ്മു കാശ്മീർ. അഡൽട്ട് ഫീ 35-30. ഇവിടെ ഫീസ് ഉണ്ട് 35 പെർ പേഴ്സൺ. 140 രൂപയാണ് 4 പേർക്ക്. 35 रुपीज पर हेड. वे 4 आदमी. उसको भी दिखाना था मिनी स्विट्जरलैंड. ये है हमारा मिनी स्विट्जरलैंड. എടാ മോനെ, the mini Switzerland of Kashmir.
അടിപൊളി വ്ളോഗർ. അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്യാമറാമാൻ ധീരജ്. ഈ വാലിയുടെ എൻഡിൽ ആറ്റത്ത് ഒരു വാട്ടർഫോൾ ഉണ്ട്, കണ്ടോ? വൈറ്റ് കളറിൽ കാണുന്നത് ഫുൾ ഐസായി ഫ്രീസായി. ഇറ്റ്സ് എ വാട്ടർഫോൾ. തമീമും അഭിയാനും സിപ്പ് ലൈനിൽ പോവാണ്. അവിടെ എത്രയാ 400 അല്ലേ? 350 പ്ലസ് സെൽഫി സ്റ്റിക്ക് 400. താഴെ മഞ്ഞുണ്ടായിരുന്നെങ്കിൽ നല്ല വൈബായിരുന്നു. ഇവിടുത്തെ മഞ്ഞെല്ലാം ഉരുകിപ്പോയി, അങ്ങുള്ള മഞ്ഞ്. അഭിയാ ഇപ്പൊ നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡും കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് നമ്മുടെ കുതിരപ്പുറത്ത്. കുതിരകൾ ഇതാ ഇട്ട് വന്ന പോലെയല്ല, താഴത്തേക്ക് വന്ന് നല്ല ടാസ്ക് പരിപാടിയാ. അതെ അതെ, അസാസിൻ ക്രീഡ്. പിന്നെ ആരടാ ഈ വാരിയർ? എനിക്ക് പെഹൽഗാമിനെ കുറിച്ച് എന്താ പറയാനുണ്ട്? അടിപൊളി സ്ഥലം അല്ലേ? വിഷയം ധീര എന്താ പറയാനുള്ളത്? അതെ, പെഹൽഗാം മസ്റ്റ് വിസിറ്റ്. നടന്നു കയറാന്നൊക്കെ തോന്നും. അതെ, കുതിര ഹയർ ചെയ്യാ, പക്ഷെ ബാർഗൈൻ ചെയ്തിട്ട് ഹയർ ചെയ്യാ. നല്ല ചെറിയ പൈസ കുതിരനെ കിട്ടും. എന്താ അതിന് പറഞ്ഞു കൊടുക്കുന്ന, ഓതി കൊടുക്കുന്ന എന്താ? ഓഫോ? ഓഫാക്കാൻ എന്താ കാറോ? ഓഫ്. എനിക്ക് നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ, കറുപ്പും. അതുപോലെ തന്നെ ഹുഡിയൊക്കെ ഇട്ട് വേറെ ലെവല്. ഹലോ, അതെന്ത് പേരാ? എന്റെ കുതിരയുടെ ഒരു മുത്തു. ഫാദിയപ്പോ ധീര, നിന്റെ കുതിരയുടെ പേരെന്താ? ധീര, എന്റെ കുതിരയുടെ പേരെന്താ? ആ, നിന്റെ ഞാൻ പേരിട്ടു മുത്തു. മലയാളി പൊളിയല്ലേ? എടാ, എന്റെ കുതിര വിൽക്കാൻ പോന്നേ. പതിയെ പോയത് മോനെ, പതുക്കെ മുത്തു, പതുക്കെ പോയാ മതി. ഓ, കുതിര കുത്താൻ വരുന്നു. ഇടിക്കല്ലേ. പതുക്കെ. അടി, ഇത് കുത്തനെയുള്ള ഇറക്ക, പേടിയാവുന്നടാ. എടാ കാലിടിച്ച്. എടാ, ഈ മുത്തുവിനൊരു അനുസരണ ഇല്ലടാ. പതുക്കെ. സ്ലോ. അഭിയാന്റെ കുതിരയില്ലേ, എന്റെ കുതിരന്റെ മൂട്ടിൽ കടിക്കുന്ന സൈഡ് കൊടുക്കാച്ച്. ഏതാ എറുന്ന പോലെയല്ല, ഇറങ്ങുമ്പോ കുറച്ച് ഡേഞ്ചറാണ്. കുറച്ചൊന്നല്ല, നല്ല ഇടക്കിടക്ക് നല്ല പേടിയാവും അല്ലേ? തിരിച്ചിരിക്കണൊക്കെ പേടിച്ചറച്ചിട്ട് സീൻ. എടാ, മുത്തിന് ഭ്രാന്ത, ഇയാളത് ഓവർടേക്ക് ചെയ്തിട്ട് ഓടും. ഇത് മുത്തു ഈ സൈഡ് പോ. ഇങ്ങോട്ടോ മുത്തു, ഈ സൈഡ് പോ. എടാ, ആ കമ്പിവേലി തട്ടിട്ട് പാൻറ് കീറിയടാ. എന്തോ വായത്തിന് ജീനായോണ്ട് ഉള്ളില് തെർമലും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇത് പൊന്നു മുത്തു, പറഞ്ഞത് കേക്ക്. ഭയങ്കര സ്ലിപ്പറി ആണേ. ഇതിവിടെ മൊത്തം ചെളിയാണ്. വീഴോ? വിഗൂലെന്ന് വിചാരിക്കുന്നു. ചെളിയിലൊക്കെ വീണാ തീർന്ന്. അവിടെ എത്തിയല്ലേ, ബേസിലെത്തിയല്ലേ? നമ്മള് ബേസിലെത്തി. എടാ, ഇപ്പത്തേക്ക് ഫോഗൊക്കെ വന്ന് ഫുള്ള് മൂടി. എടാ, ഇനിയും തണുപ്പാക്കാൻ പോവാ. ഓൾഡ് പെഹൽഗാം വാലി. സോ ടോട്ടൽ നമ്മള് 8 പോയിന്റ്സ് കണ്ടു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്. ഇത് കണ്ടോ വീടൊക്കെ കണ്ടോ? കുഞ്ഞു വീടുകളൊക്കെ. ഇവിടെയൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത്. എടാ, ബോൾസ് ഒക്കെ ഉടഞ്ഞു പോയിക്കുന്നോ? 7 का है, ये 5
5 years. അത് എത്ര പറഞ്ഞേ? 8 വയസ്സോ? അത് ഓക്കെ, അത് 13 വയസ്സ്. ഇയാളാണ് ഏറ്റവും മൂത്തത്. ആ അതെ, വീട്ടിലത് കൊടുന്നതിന് നന്ദി. അതെ മുത്തു പോയിട്ട് വരാം. മുത്തു അടിപൊളിയാ. മുത്തു ഇസ്ക മസ്താൻ ലാൽ ബഹാദൂർ. സമയം അങ്ങനെ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കും നമ്മുടെ പെഹൽഗാം വാലിയുടെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു തീർത്ത് ബേസിലിറങ്ങി. നമ്മുടെ കുതിരയുടെ കൂടെ വന്ന പയ്യന് ചെറിയൊരു ടിപ്പൊക്കെ കൊടുത്ത് അവനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ നേരെ ആപ്പിൾ വാലിയിലേക്ക് തിരിച്ചു. ഇവിടുന്ന് മൊത്തം ഇത് കണ്ടോ, ആപ്പിൾ മരങ്ങള്. ഇത് ഒറിജിനലല്ലേ? ഇത് ഒറിജിനലല്ല. ഇത് സീസൺ അല്ലാത്തോണ്ടേ ഒറിജിനൽ അല്ല. ഇത് വെറുതെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആപ്പിൾ തൂക്കിയിട്ടേക്കാണ്. സീസൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആപ്പിൾ കൊണ്ട് കളിയായിരിക്കും. ആപ്പിൾസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മൊത്തം തോട്ടാണ്. ദിസ് ഇസ് നോൺ ആസ് ആപ്പിൾ വാലി. പ്യുവർ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ആപ്പിൾ ഇതിൻ്റെ മുകളിലിടും, ഇങ്ങനെ കുത്തിയിട്ട് ആപ്പിൾ ജ്യൂസ്. ഇതിലും ടേസ്റ്റ്, ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല പ്യുവർ ആപ്പിളിൻ്റെ ചാറ്. അതാണ് ആപ്പിൾ ജ്യൂസ്, അടിപൊളി. തോട്ടത്തിലെ ഷോപ്പിൽ ആപ്പിൾ മാത്രമല്ല ഉള്ളത്, ആപ്പിൾ സൈഡർ വിനെഗറും ആപ്പിൾ ജാം അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. കാശ്മീരി ആപ്പിൾ പോലെ മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു പെഹൽഗാം ട്രിപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാശ്മീർ യാത്രയുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇറ്റ്സ് മീ ജിജു സൈനിങ് ഓഫ്. ബൈ.